ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയിരുന്നത് ബ്രാഞ്ചസ് ഓഫ് അക്കൗണ്ടിങ് ആയിരുന്നു. ബ്രാഞ്ചസ് ഓഫ് അക്കൗണ്ടിങ്ങിലെ തന്നെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്നുള്ള ബ്രാഞ്ചസിനെ കുറിച്ചായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ ബ്രാഞ്ചിനെ കുറിച്ചായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി അതിനകത്ത് കോസ്റ്റ് അക്കൗണ്ടിങ് അതുപോലെ തന്നെ മാനേജ്മെന്റ് അക്കൗണ്ടിങ് അതിനെ കുറിച്ച് നമുക്ക് പറയാനുണ്ട്. നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിനെ കുറിച്ചാണ്. നമുക്ക് സ്ക്രീൻ ഷെയർ ചെയ്യാം. നോക്കുക. Cost accounting may be defined as accounting for cost classification and analysis of expenditure, as will enable the total cost of any particular unit of production to be ascertained with a reasonable degree of accuracy, and at the same time to disclose exactly how such total cost is constituted. കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അത് കോസ്റ്റ് ക്ലാസിഫിക്കേഷനും കോസ്റ്റ് അനാലിസിസ്, അതായത് നമ്മുടെ ഒരു പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുവാൻ, ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുവാൻ വരുന്ന ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കോസ്റ്റുകൾ ഏതൊക്കെയാണെന്നും അത് ക്ലാസിഫൈ ചെയ്യും, അതിന്റെ മുകളിൽ ഒരു അനാലിസിസ് നടത്തുകയും ചെയ്യുന്നതിനെയാണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ കോസ്റ്റ് അക്കൗണ്ടിങ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ആ പ്രോസസ്സിലൂടെ നമ്മൾ ഒരു പെർട്ടിക്കുലർ യൂണിറ്റ് ഓഫ് പ്രൊഡക്റ്റിന്റെ എന്താണ് പ്രൈസ് അല്ലെങ്കിൽ കോസ്റ്റ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യും. ഓക്കെ, വിത്ത് റീസണബിൾ ഡിഗ്രി ഓഫ് ആക്യുറസി എന്ന് പറഞ്ഞെങ്കിൽ എന്താണ് അത് വെറുതെ അങ്ങ് ഡിറ്റർമിൻ ചെയ്യല്ല ചെയ്യുന്നത്. എന്താണ് അത് പൂർണ്ണമായിട്ടും ഏകദേശം ഒരു 99% ആക്യുറസിയോട് കൂടിയാണ് നമ്മൾ ആ പ്രൊഡക്റ്റിന്റെ കോസ്റ്റ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത് ഉണ്ട്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ടു ഡിസ്ക്ലോസ് എക്സാക്ട്ലി ഹൗ സച്ച് ടോട്ടൽ കോസ്റ്റ് ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ്. അതുപോലെ തന്നെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ എന്താണ് നമ്മൾ പറയുന്നത്, ഒരു പ്രൊഡക്റ്റിന്റെ വില 100 രൂപയാണെന്ന് പറയുമ്പോൾ ആ പ്രൊഡക്റ്റിന്റെ വില എങ്ങനെ 100 രൂപയായി എന്നുള്ളത് എന്ത് ചെയ്യുന്നു, കൃത്യമായിട്ട് ഡിസ്ക്ലോസ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണെന്നുള്ളത് അത് കൃത്യമായിട്ട് വെളിപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ് ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അത് കോസ്റ്റ് ക്ലാസിഫിക്കേഷനും അതിന്റെ അനാലിസിസും എല്ലാം ചേർന്നതാണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അവിടെ ഒരു പ്രൊഡക്റ്റിന്റെ അല്ലെങ്കിൽ ഒരു സർവീസസിന്റെ കോസ്റ്റ് നമ്മൾ റീസണബിൾ ഡിഗ്രി ഓഫ് ആക്യുറസിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. അറ്റ് ദ സെയിം ടൈം എന്ത് ചെയ്യുന്നു, എത്ര എത്ര ഈ ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെല്ലാം എലമെന്റ് ഓഫ് കോസ്റ്റ് ചേർന്നതാണ് എന്ന് അവിടെ പൂർണ്ണമായിട്ട് ഡിസ്ക്ലോസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ചുരുക്കി കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. Thus, cost accounting is classifying, recording, and appropriate allocation of expenditure for the determination of cost of product or service. അതുകൊണ്ട് തന്നെ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, കോസ്റ്റിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്, റെക്കോർഡിംഗ് ആണ്, അതുപോലെ തന്നെ അപ്രോപ്രിയേറ്റ് അലോക്കേഷൻ ഓഫ് എക്സ്പെൻഡിച്ചർ ഫോർ ഡിറ്റർമിനേഷൻ ഓഫ് കോസ്റ്റ് പ്രൊഡക്റ്റ് ഓർ സർവീസ്. അത് നമുക്കറിയാം എന്താണ്, നിങ്ങൾ കോസ്റ്റ് അക്കൗണ്ടിങ് ഡിഗ്രി ക്ലാസ്സുകൾ പഠിച്ചതാണ്. അവിടെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും എന്താണ് കോസ്റ്റ് അലോക്കേഷനും കോസ്റ്റ് എന്താണ് അപ്പോർഷൻമെന്റ് ഒക്കെ. അപ്പോൾ അതെല്ലാം ചേർന്നിട്ടുള്ള ഒന്നാണ്. ആൻഡ് ഫോർ ദി പ്രസന്റേഷൻ ഓഫ് സ്യൂട്ടബിളി അറേഞ്ച് ഡാറ്റ ഫോർ ദി പർപ്പസ് ഓഫ് കൺട്രോൾ ആൻഡ് ഗൈഡൻസ് ഓഫ് മാനേജ്മെന്റ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ചേർന്ന് നമ്മൾ ഇതിനെല്ലാം കൂടി ചുരുക്കി വിളിക്കുന്ന പേരാണ് ഇത് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞെങ്കിൽ എന്താണ്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ ലിമിറ്റേഷൻസ് ഓവർകം ചെയ്യുവാൻ വേണ്ടി എമർജ് ചെയ്തിട്ടുള്ള അടുത്ത ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ് ആണ് എന്ത് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞത്. ഇത് ശരിക്കും എന്താണ് വന്നിട്ടുള്ളത്, ഡ്യൂ ടു ദ ലിമിറ്റേഷൻസ് ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ ലിമിറ്റേഷനിൽ നിന്നാണ് ഈ പുതിയ ബ്രാഞ്ച് എമർജ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമ്മൾ ഡിഗ്രി ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുള്ള ഭാഗങ്ങളാണ് കോസ്റ്റ് അക്കൗണ്ടിങ്. നമുക്ക് തേർഡ് സെമസ്റ്ററിലോ ഫോർത്ത് സെമസ്റ്റർ ആയിട്ട് നമുക്കിത് പഠിക്കാനുണ്ട് കോസ്റ്റ് അക്കൗണ്ടിങ്. ഓക്കെ, അപ്പം മനസ്സിലാക്കാൻ പ്രയാസം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുകയാണ്. ഇനി ഫങ്ഷൻസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്തൊക്കെയാണ്? കോസ്റ്റ് അക്കൗണ്ടിങ് നടക്കുന്ന പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ. ഒന്ന്, അസർട്ടൈനിങ് ആക്ച്വൽ കോസ്റ്റ് ഓഫ് ഈച്ച് പ്രൊഡക്റ്റ്, ജോബ് ഓർ പ്രോസസ്സ്. ഓരോ പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുവാൻ ഒരു ജോബിന് അല്ലെങ്കിൽ ഒരു പ്രോസസ്സിന് ആക്ച്വൽ എത്ര ചെലവ് വരുന്നു എന്നുള്ളത് കണ്ടുപിടിക്കുക. ഓക്കെ, അടുത്ത ഫംഗ്ഷൻ എന്താണ്? പ്രൊവൈഡിങ് കോസ്റ്റ് ഡാറ്റ ഫോർ ദി പർപ്പസ് ഓഫ് പ്രൈസിങ്, പോളിസി ഫോർമുലേഷൻ ആൻഡ് ഡിസിഷൻ മേക്കിംഗ് എക്സെട്ര. അതായത് എന്താണ്, നമുക്ക് പോളിസി മേക്കിങ്ങിന് പ്രൈസ് എന്താണ് ഫിക്സ് ചെയ്യാൻ, അതുപോലെ തന്നെ മറ്റ് ഡിസിഷൻ മേക്കിങ്ങിനൊക്കെ ആവശ്യമായിട്ടുള്ള കോസ്റ്റുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് മാനേജ്മെന്റ് നൽകുക എന്നുള്ളതാണ് അടുത്തൊരു ഫംഗ്ഷൻ ആയിട്ട് പറയുന്നത്. ഓക്കെ, അടുത്ത ഒരു ഫംഗ്ഷൻ കൺട്രോളിങ് കോസ്റ്റ് ബൈ സെറ്റിംഗ് സ്റ്റാൻഡേർഡ് ആൻഡ് കമ്പയറിംഗ് ദം വിത്ത് ദി ആക്ച്വൽസ്. അതായത് എന്താണ് കൺട്രോളിങ് കോസ്റ്റ് കൺട്രോൾ എനാബിൾ ചെയ്യുക. എങ്ങനെയാണ് കോസ്റ്റ് കൺട്രോൾ എനാബിൾ ചെയ്യുന്നത്? ഓരോ പെർട്ടിക്കുലർ ആക്ടിവിറ്റിക്ക് ഇത്ര ചെലവ് എന്നുള്ള ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ ഫിക്സ് ചെയ്യുന്നു. അത് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിട്ടുള്ള ആ പെർട്ടിക്കുലർ ആക്ടിവിറ്റി ആക്ച്വൽ പ്രവൃത്തിയിലേക്ക് എത്തുമ്പോൾ അതിന് എത്ര ചെലവ് വരുന്നു എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നു, കമ്പയർ ചെയ്യുന്നു. അപ്പോൾ അതിൽ എന്തെങ്കിലും ഡീവിയേഷൻസ് ഉണ്ടെങ്കിൽ ആ ഡീവിയേഷൻസ് ഉള്ള കാരണം മനസ്സിലാക്കി നമ്മൾ അത് കറക്റ്റ് ചെയ്യുന്നു.
ഓക്കെ. ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ പറഞ്ഞിരുന്നു അല്ലേ, സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യും, സ്റ്റാൻഡേർഡും ആക്ച്വലും തമ്മിൽ കമ്പയർ ചെയ്യുന്നു, അതിലെന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടെങ്കിൽ വേരിയേഷൻസിലെ റീസൺ മനസ്സിലാക്കും, ആ റീസൺ മനസ്സിലാക്കിയിട്ട് വേരിയേഷൻസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, പോസിറ്റീവ് വേരിയേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ അതുപോലെ പോകും, നെഗറ്റീവ് വേരിയേഷൻ നമ്മൾ എന്ത് ചെയ്യും, കറക്റ്റീവ് ആക്ഷൻസ് എടുക്കും. ഓക്കെ. അപ്പോൾ ആ രീതി, ഇതാണ് തേർഡ് ഫംഗ്ഷൻ ആയിട്ട് പറയുന്നത്. നാലാമത്തെ എന്താണ്, മെഷറിംഗ് എഫിഷ്യൻസി ഓഫ് ഈച്ച് പ്രൊഡക്റ്റ്, പ്രോസസ് ഓർ ഡിപ്പാർട്ട്മെന്റ്. ഓരോ പ്രൊഡക്റ്റിന്റെയും ഓരോ പ്രോസസ്സിന്റെയും ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും എഫിഷ്യൻസി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മെഷർ ചെയ്യുക. ഓക്കെ. അടുത്ത സെർവിങ് ആസ് എ ടൂൾ ഫോർ പ്ലാനിങ് ആൻഡ് ബഡ്ജറ്റിംഗ്. പ്ലാനിങ്ങിനും ബഡ്ജറ്റിങ്ങിനുള്ള ഒരു ടൂൾ ആയിട്ട് എന്ത് മാറുന്നു, കോസ്റ്റ് അക്കൗണ്ടിങ് മാറുന്നു. ദെൻ ഹെൽപ്സ് ഇൻ സെല്ലിംഗ് പ്രൈസ് ഫിക്സേഷൻ. സെല്ലിംഗ് പ്രൈസ് ഫിക്സേഷന് എന്ത് ചെയ്യുന്നു, ഒരു പ്രൊഡക്റ്റ് വിൽക്കാൻ അല്ലെങ്കിൽ ഒരു സർവീസ് നൽകുവാൻ എത്ര പ്രൈസ് ഈടാക്കാം, അത് പ്രൈസ് ഈടാക്കുന്നത് നമ്മൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ്, കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് എന്നുള്ള ബേസിലാണല്ലോ. അപ്പോൾ നമുക്ക് സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യാൻ എന്ത് സഹായിക്കുന്നു, കോസ്റ്റ് അക്കൗണ്ടിങ് സഹായിക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഒരു ഫംഗ്ഷൻ, മറ്റൊരു ഫംഗ്ഷൻ ആണ് എന്ത്, സെല്ലിംഗ് പ്രൈസ് ഫിക്സേഷൻ എന്ന് പറയുന്നത്. അടുത്താണ് ഹെൽപ്പിംഗ് ദി പ്രിപ്പറേഷൻ ഓഫ് ടെൻഡർ കൊട്ടേഷൻസ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ ഏറ്റവും വലിയ പോരായ്മ എന്താണ്, നമുക്ക് കൊട്ടേഷൻസ് ഒന്നും പ്രിപ്പയർ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത്. കാരണം എന്താണ്, അവിടെ ആക്ച്വൽ ഡാറ്റ ഇൻക്വയർ ചെയ്തതിനു ശേഷം അതിന്റെ ഹിസ്റ്റോറിക്കൽ റെക്കോർഡിംഗ് മാത്രമാണ് അവിടെ നടക്കുന്നത് അല്ലെ. ഒരു ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ ആ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് വരാൻ പോകുന്ന ഒരു ട്രാൻസാക്ഷനോ വരാൻ പോകുന്ന ഒരു ഇവന്റിന് എത്ര ചെലവ് വരുന്നു എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് കൊട്ടേഷൻസ് പ്രിപ്പയർ ചെയ്ത് അയക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ അത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് കൊണ്ട് സാധിക്കില്ല. പക്ഷെ കോസ്റ്റ് അക്കൗണ്ടിങ് കൊണ്ട് നമുക്ക് അത്തരത്തിലുള്ള എസ്റ്റിമേഷൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതിന്റെ മറ്റൊരു ഫംഗ്ഷൻ എന്താണ്, ടെൻഡർ കൊട്ടേഷൻസ് പ്രിപ്പയർ ചെയ്യുക, ടെൻഡർ അല്ലെങ്കിൽ കൊട്ടേഷൻസ് പ്രിപ്പയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ. അങ്ങനെ നമ്മൾ ഒരു 7 ഫംഗ്ഷൻസ് ആണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. അടുത്തത് ലിമിറ്റേഷൻസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ പ്രധാനപ്പെട്ട പോരായ്മകൾ എന്തൊക്കെയാണ്? കാരണം നമുക്ക് ഞാൻ പറഞ്ഞു 3 ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ് വന്നു അല്ലെ. എന്താണ് മെയിൻ ആയിട്ട് 3 ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ് ആണ്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. അപ്പം ഒരു ബിസിനസ്സിന് വേണ്ട ആവശ്യങ്ങൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലൂടെ തന്നെ നിറവേറ്റപ്പെടുകയാണ് എങ്കിൽ അടുത്ത ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ് ആയിട്ടുള്ള കോസ്റ്റ് അക്കൗണ്ടിങ് എമർജ് ചെയ്യില്ലായിരുന്നു അല്ലെ. കാരണം ആ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. ആ ലിമിറ്റേഷൻസ് എല്ലാം ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്നുള്ള ഒരു പുതിയ ബ്രാഞ്ച് എമർജ് ചെയ്തിട്ടുള്ളത്. എന്നാൽ കോസ്റ്റ് അക്കൗണ്ടിങ് എന്നുള്ള ബ്രാഞ്ച് നിലനിൽക്കെ വീണ്ടും പുതിയ നമ്മുടെ ഇപ്പോൾ എന്താണ് എമർജ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോഴും എന്താണ് ഡെവലപ്പിംഗ് സ്റ്റേജിൽ നിൽക്കുന്ന ഒരു മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്നുള്ള ഒരു പുതിയ വെർഷൻ ഓഫ് അക്കൗണ്ടിങ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് വരാനുള്ള കാരണം എന്തായിരിക്കും? അത് രണ്ടാമതായിട്ട് എമർജ് ചെയ്തിട്ടുള്ള കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ ലിമിറ്റേഷൻസ് മൂലമായിരിക്കും. ഓക്കെ. അപ്പോൾ എന്തൊക്കെയാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ പ്രധാനപ്പെട്ട ലിമിറ്റേഷൻസ് എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കുന്നത്. നോക്കുക, ലിമിറ്റേഷൻസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്. നോക്കൂ, some of the important deficiencies and limitations of cost accounting are given as follows. പ്രധാനപ്പെട്ട ലിമിറ്റേഷൻ എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് നോട്ട് ആൻ ഇൻഡിപെൻഡന്റ് സിസ്റ്റം ഓഫ് അക്കൗണ്ട്. കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിപെൻഡന്റ് സിസ്റ്റം ഓഫ് അക്കൗണ്ട് അല്ല. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഡാറ്റകളെല്ലാം എന്താണ്, ഓൾറെഡി റെക്കോർഡ് ചെയ്യപ്പെട്ടുള്ള ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് ഡാറ്റയുടെയും ഒക്കെ അതുപോലെ തന്നെ മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ഇതിന്റെയൊക്കെ പല ഇന്റർ ഡിസിപ്ലിനറി ആപ്ലിക്കേഷൻ ആണ്. പല നമുക്ക് റേഷ്യോസ് ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട്, സ്റ്റാറ്റി ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട്. അങ്ങനെ പല ഇന്റർ ഡിസിപ്ലിനറി ആപ്ലിക്കേഷൻസ് എവിടെ വരുന്നുണ്ട്, കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ വരുന്നുണ്ട്. അപ്പൊ ഇത് ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ഓഫ് അക്കൗണ്ട്സ് അല്ല ഈ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ. അടുത്ത ലിമിറ്റേഷൻ എന്താണ്, ഇറ്റ് ഈസ് ബേസ്ഡ് ലാർജ്ലി ഓൺ എസ്റ്റിമേറ്റ് ലൈക്ക് അബ്സോർപ്ഷൻ ഓഫ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ഓർ അപ്പോർച്ച്മെന്റ് ഓഫ് എക്സ്പെൻസസ് ഓൺ എസ്റ്റിമേറ്റ് ബേസിസ്. അപ്പം ഈ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞെങ്കിൽ എന്താണ്, ഒരു വലിയ അളവിൽ ഇത് എസ്റ്റിമേറ്റ്സിന്റെ ബേസിസിലാണ്. ഓക്കെ. ഇത് ആക്ച്വലിനെ ചിലപ്പോൾ എന്താണ്, ആക്ച്വലിനെക്കാളും അല്ലെങ്കിൽ ആക്ച്വലുമായിട്ടുള്ള അതിനേക്കാൾ അധികം എന്താണ് എസ്റ്റിമേറ്റിനെ ബേസ് ചെയ്തിട്ട് പ്രവർത്തിക്കുന്ന ഒന്നാണ് ഈ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഓവർ അബ്സോർപ്ഷനും അണ്ടർ അബ്സോർപ്ഷനും ഒക്കെ സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഓക്കെ. ഓവർ വാല്യുവേഷനും അണ്ടർ വാല്യുവേഷനും ഒക്കെ ഉള്ള സാഹചര്യം ഇവിടെ ഉണ്ട്. കാരണം എന്താണ്, നമ്മുടെ എസ്റ്റിമേറ്റ് കറക്റ്റ് അല്ല എങ്കിൽ അതിനുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ട്, കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. കാരണം ഇത് ലാർജ്ലി എന്തിനെ നമ്മൾ ബേസ് ചെയ്യുന്നത്, എസ്റ്റിമേറ്റ്സിനെയാണ് ബേസ് ചെയ്യുന്നത്. നമ്മുടെ എസ്റ്റിമേറ്റ്സ് തെറ്റിക്കഴിഞ്ഞാലോ അത് വലിയൊരളവിൽ എന്താണ് ഡിസിഷൻ മേക്കിംഗ് ബിസിനസ്സിനെ തന്നെ വലിയൊരളവിൽ അത് റിഫ്ലക്ട് ചെയ്യുന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട മറ്റൊരു ലിമിറ്റേഷൻ ആയിട്ട് പറയുന്നത്. ഓക്കെ. തേർഡ് ലിമിറ്റേഷൻ എന്താണ്, there is a scope for subjectivity on items like depreciation, valuation of closing stock, etc. അതായത് ഇവിടെ നമുക്ക് എന്താണ് ഈ ഒരു ഡിപ്രീസിയേഷൻ അതുപോലെ തന്നെ ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യുവേഷൻ ഇതിലൊക്കെ എന്താണ് ഈ കോസ്റ്റിംഗ് ടെക്നിക്കല് ഒരുപാട് എന്താണ് ലിമിറ്റ് ചെയ്ത് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഡിപ്രീസിയേഷൻ ഒന്നും മെയിൻ ആയിട്ട് കോസ്റ്റ് അക്കൗണ്ടിങ് നമ്മൾ പരിഗണിക്കാറില്ല എന്നുള്ളതാണ്. പിന്നെ ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യുവേഷന്റെ കേസിലൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു ലിമിറ്റഡ് സ്കോപ്പ് എവിടെയുണ്ട്, കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്.
ഓക്കെ, അടുത്ത ഒന്ന്, ഇറ്റ് ഡസ് നോട്ട് ടേക്ക് ഇൻ ടു കൺസിഡറേഷൻ ഓൾ ഐറ്റംസ് ഓഫ് എക്സ്പെൻസ് ആൻഡ് ഇൻകംസ്. അതുപോലെ തന്നെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ എല്ലാ ടൈപ്പ് ഓഫ് ഐറ്റംസും എന്ത് ചെയ്യുന്നില്ല, ഇൻകം ആയാലും എക്സ്പെൻസ് ആയാലും എല്ലാ ടൈപ്പ് ഓഫ് ഇൻകവും എക്സ്പെൻസും കോസ്റ്റ് അക്കൗണ്ടിങ് പരിഗണിക്കുന്നില്ല എന്ന് പറയുന്നത്. അതായത് ഫിനാൻഷ്യൽ നാച്ചുറൽ ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട്, അതായത് ഇൻട്രസ്റ്റ്, പിന്നെ ഫിനാൻസ് ചാർജസ്, ഡിസ്കൗണ്ട് ഓൺ ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ്, അതുപോലെയുള്ള ഐറ്റംസ് ഒന്നും, അത്തരം ഐറ്റംസ് ഒന്നും, അത് ഫിനാൻഷ്യൽ എക്സ്പെൻസ് ഒന്നും ഇവിടെ കൺസിഡർ ചെയ്യുന്നില്ല, കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ കൺസിഡർ ചെയ്യുന്നില്ല. അപ്പോൾ കുറെ ഐറ്റംസ് നമ്മുടെ മാനേജർ ഡിസിഷനെ റിഫ്ലക്ട് ചെയ്യുന്ന തന്നെ കുറെ ഐറ്റംസിനെ ഇവിടെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതും ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട പോരായ്മയായിട്ട് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട 4 ലിമിറ്റേഷൻസ് ആയിട്ട് നമ്മൾ പറയുന്നത്. ഒന്ന് നോക്കുക. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ആയിട്ടോ അല്ലെങ്കിൽ ഗ്രൂപ്പിലോ ചോദിക്കുക. ഇനി അടുത്തത് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. മൂന്നാമത്തെ ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ് ആണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. ഏറ്റവും ലേറ്റസ്റ്റ് ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ് എന്ന് നമുക്ക് ഇതിനെ വിളിക്കാം. ഓക്കെ, നോക്കൂ. മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഈസ് എ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് വിച്ച് അസിസ്റ്റ് മാനേജ്മെന്റ് ഇൻ carrying out the functions more efficiently. It involves the task of collecting and converting the data from financial accounting as well as cost accounting system into meaningful information and managerial use. അതായത് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു മാനേജ്മെന്റിന് മാനേജറിയൽ യൂസിന് സഹായിക്കുന്ന, മാനേജറിയൽ യൂസ് എന്ന് പറയുമ്പോൾ മാനേജ്മെന്റിന്റെ ഡിസിഷൻ മേക്കിങ്ങിന്, മാനേജിന്റെ ഡിസിഷൻ മേക്കിങ്ങിന് സഹായിക്കുന്ന അക്കൗണ്ടിങ് സിസ്റ്റത്തിനെ വിളിക്കുന്ന പേരാണ് എന്ത്, മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മാനേജ്മെന്റിന്റെ തീരുമാനങ്ങൾ മാനേജ്മെന്റ് തീരുമാനങ്ങൾ എടുക്കുവാൻ മെറ്റീരിയൽ ആയിട്ട് എഫക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇവിടെ പരിഗണിക്കുക. ഇമ്മെറ്റീരിയൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ. നമുക്ക് എന്താണ് നമ്മൾ സങ്ക് കോസ്റ്റ് എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ ഇറലവന്റ് കോസ്റ്റുകൾ ഒരുപാട് ഉണ്ടാവും. അത്തരത്തിലുള്ള ഇറലവന്റ് കോസ്റ്റുകളോ ഇറലവന്റ് ഇൻഫർമേഷൻസ് നമ്മൾ ഇവിടെ പരിഗണിക്കില്ല. മാനേജ്മെന്റിന് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ്, അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു എന്താണ് അക്കൗണ്ടിങ് സിസ്റ്റമാണ് എന്ത് പറയുന്നത്, മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അത് മാനേജ്മെന്റ് തീരുമാനം, ഡിസിഷൻ മേക്കിങ്ങിനെ റിഫ്ലക്ട് ചെയ്യുന്ന തരത്തിലുള്ള ഡാറ്റയും ആണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. മാനേജ്മെന്റ് അക്കൗണ്ടിങ് റെഫേഴ്സ് ടു എനി ആൻഡ് എവരി അക്കൗണ്ടിങ് ടെക്നിക് വിച്ച് മേ ബി ഹെൽപ്ഫുൾ ടു മാനേജ്മെന്റ് ഇൻ ഡിസ്ചാർജിങ് ഇറ്റ്സ് ഫങ്ഷൻസ്. ആ മാനേജ്മെന്റിന്റെ ജോലി ചെയ്യാൻ സഹായിക്കുന്ന അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ തരത്തിലുള്ള അക്കൗണ്ടിങ് ടെക്നിക്സും അക്കൗണ്ടിങ് ഇൻഫർമേഷനെയും എല്ലാം കൂട്ടിച്ചേർത്തിട്ടാണ് എന്ത് വിളിക്കുന്നത്, മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ, അതൊന്ന് വായിച്ചു നോക്കുന്നതോട്. മാനേജ്മെന്റ് അക്കൗണ്ടിങ് റെഫേഴ്സ് ടു എനി ആൻഡ് എവരി അക്കൗണ്ടിങ് ടെക്നിക്ക്, ഏത് അക്കൗണ്ടിങ് ടെക്നിക്ക് ആവട്ടെ, എല്ലാ അക്കൗണ്ടിങ് ടെക്നിക്ക് ആവട്ടെ, അത് ഒരു മാനേജ്മെന്റിന് അവരുടെ ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, പ്ലാനിങ്, കൺട്രോളിങ്, ഡിസിഷൻ മേക്കിംഗ്, അത്തരത്തിലുള്ള അവരുടെ ഫങ്ഷൻസ്, എൻഷുറിംഗ് ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്, അതുപോലെയുള്ള അവരുടെ അത്തരത്തിലുള്ള ഫങ്ഷൻസിനെ എല്ലാം സഹായിക്കുന്ന അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട എന്ത് അല്ലെങ്കിൽ എല്ലാ ടെക്നിക്കിനെയും കൂടി കൂട്ടിച്ചേർത്ത് വിളിക്കുന്ന പേരാണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് നോക്കൂ. The most acceptable definition of management accounting has been given in the report of Anglo-American Council of Productivity. അപ്പം നമ്മൾ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ഒരു ഡെഫിനിഷൻ നോക്കുന്ന സമയത്ത് ഇന്ന് ഏറ്റവും വൈഡ്ലി ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ നൽകിയിട്ടുള്ളത് ആംഗ്ലോ അമേരിക്കൻ കൗൺസിലിന്റെ റിപ്പോർട്ടിലാണ്. ഓക്കെ, നോക്ക് എന്താണ് ഡെഫിനിഷൻ. മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഈസ് ദ പ്രസന്റേഷൻ ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ in such a way as to assist management in the creation of policy and the day-to-day operations of undertaking. എന്ന് പറഞ്ഞതാണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഇസ് എ പ്രസന്റേഷൻ ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. അതായത് മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടിങ്ങിലൂടെയും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലൂടെയും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള അക്കൗണ്ടിങ് ഇൻഫർമേഷനെ നമ്മൾ എന്ത് ചെയ്യുന്നു, മാനേജ്മെന്റിന് അവരുടെ പോളിസീസും അവരുടെ ഡേ ടു ഡേ ഓപ്പറേഷൻസും നടത്തുവാൻ വേണ്ടിയിട്ട് ഉപകാരപ്രദമാവുന്ന രീതിയിൽ അതിനെ പ്രസന്റ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഡെഫിനിഷനാണ് ഏകദേശം മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ഒരു മൊത്തം കൺസെപ്റ്റ് ആ ഡെഫിനിഷനകത്തുണ്ട്. ഇന്ന് എന്താണ് വേൾഡ് വൈഡ്ലി ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഡെഫിനിഷനാണ്. അതൊന്നും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. ഓക്കെ, അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എന്താണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്? Thus, management accounting is the accounting which provide information to management for decision making. വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, മാനേജ്മെന്റിന് ഡിസിഷൻ മേക്കിംഗ്, തീരുമാനങ്ങൾ എടുക്കുവാൻ ഇൻഫർമേഷൻ നൽകുന്ന അക്കൗണ്ടിങ്ങിനെ വിളിക്കുന്ന പേരാണ് എന്ത്, മാനേജ്മെന്റ് അക്കൗണ്ടിംഗ്.
ഇൻ ഷോർട്ട് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് റെഫേഴ്സ് ടു അക്കൗണ്ടിംഗ് ഫോർ മാനേജ്മെന്റ്. ഓക്കെ, അത് ചുരുക്കി പറയുകയാണ് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് അക്കൗണ്ടിംഗ് ഫോർ മാനേജ്മെന്റ്, മാനേജ്മെന്റിന് തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുന്ന അക്കൗണ്ടിംഗ്, അതിനെയാണ് എന്ത് വിളിക്കുന്നത്? മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് അല്ലെങ്കിൽ അക്കൗണ്ടിംഗ് ഫോർ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പ്രധാനപ്പെട്ട ഫംഗ്ഷൻസ്, നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിംഗ് ഫംഗ്ഷൻസ് പറഞ്ഞ പോലെ ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് ഫംഗ്ഷൻസ് നമ്മൾ കഴിഞ്ഞ ഭാഗങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത് എന്താണ്? മാനേജ്മെന്റ് അക്കൗണ്ടന്റ് അല്ലെ മാനേജ്മെന്റ് അക്കൗണ്ടിംഗിന് ഫംഗ്ഷൻസ് എന്തൊക്കെയാണ് നോക്കൂ. ബ്രോഡ്ലി സ്പീക്കിംഗ്, ദി ഫംഗ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് ഈസ് ടു കളക്ട്, ക്ലാസിഫൈങ്, ഇന്റർപ്രറ്റ് ആൻഡ് പ്രസന്റ് ഡാറ്റ ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് ഹെൽപ്പ് മാനേജ്മെന്റ് ഇൻ കൺട്രോളിംഗ് ആൻഡ് റണ്ണിംഗ് ദി എന്റർപ്രൈസ് ഇൻ എഫിഷ്യന്റ് മാനർ. അപ്പം നമ്മൾ ബ്രോഡ്ലി നമ്മൾ മാനേജ്മെന്റിന്റെ ഫംഗ്ഷൻ പറയുന്ന സമയത്ത് അത് എന്തെല്ലാം ചേർന്നാണ്? കളക്ട്, ക്ലാസിഫൈങ്, ഇന്റർപ്രറ്റ് ആൻഡ് പ്രസന്റ് ഡാറ്റ. അതായത് ഡാറ്റ കളക്ട് ചെയ്യുക, അതിനെ ക്ലാസിഫൈ ചെയ്യുക, അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുക, അതിനെ പ്രസന്റ് ചെയ്യുക. എങ്ങനെ? മാനേജ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്ന തരത്തിൽ. എന്തിനെ ഹെൽപ്പ് ചെയ്യുക? ഇൻ കൺട്രോളിംഗ് ആൻഡ് റണ്ണിംഗ് ദി എന്റർപ്രൈസ് ഇൻ എഫിഷ്യന്റ് മാനർ. അതായത് മാനേജ്മെന്റ് എന്താണ്? കൺട്രോളിംഗ് ആൻഡ് റണ്ണിംഗ് ദി എഫിഷ്യന്റ് മാനർ. അതായത് മാനേജ്മെന്റ് അവരുടെ ബിസിനസ് ഒരു എഫിഷ്യന്റ് മാനറിൽ റൺ ചെയ്യാൻ അവരെ ഹെൽപ്പ് ചെയ്യുന്ന, അവർക്ക് ആ ഹെൽപ്പ് ചെയ്യുന്ന തരത്തിൽ ഈ ഇൻഫർമേഷൻസ് അവൈലബിൾ ആക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ? അപ്പോൾ അവരുടെ ഫംഗ്ഷൻസ് പറഞ്ഞെങ്കിൽ ഇതെല്ലാം ചേർന്നതാണെന്ന്. കളക്ട്, ക്ലാസിഫൈങ്, ഇന്റർപ്രറ്റ് ആൻഡ് പ്രസന്റ് ഡാറ്റ. ഓക്കെ, അപ്പം നമുക്ക് ഈ മാനേജ്മെന്റ് അക്കൗണ്ടിന്റെ ഫംഗ്ഷൻസിനെ, ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻസ് ഏതൊക്കെയാണ് താഴെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഒന്ന് നോക്കാം. ഒന്ന് പ്ലാനിങ് ആൻഡ് ഫോർകാസ്റ്റിംഗ്. ഫസ്റ്റ് ഫംഗ്ഷൻ ആണ് പ്ലാനിങ് ആൻഡ് ഫോർകാസ്റ്റിംഗ് ആണ് അല്ലെ? മാനേജ്മെന്റ് ആണ്. മാനേജ്മെന്റിന്റെ ഫംഗ്ഷൻസിൽ ഏറ്റവും ആദ്യം വരുന്നത് നമ്മൾ എന്താണ് ബിസിനസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? ബിസിനസ് മാനേജ്മെന്റിന്റെ ഭാഗങ്ങൾ ഡിഗ്രി ക്ലാസ്സുകൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പ്ലാനിങ് ആൻഡ് ഫോർകാസ്റ്റിംഗ് ഒന്നാമത്തെ ഫംഗ്ഷൻ ആയിട്ട് വരുന്നത് എന്താണ്? One of the important functions of management accounting is to help management in planning and also in making forecast for future. മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞതാണ് മാനേജ്മെന്റിനെ പ്ലാൻ പ്രിപ്പയർ ചെയ്യാൻ സഹായിക്കുക, അതുപോലെ തന്നെ എന്താണ് ഫ്യൂച്ചർ ഫോർകാസ്റ്റ് ചെയ്യാൻ സഹായിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതാണ് ഒന്നാമത്തെ ഫംഗ്ഷൻ ആയിട്ട് പറയുന്നത്. രണ്ട്, മോഡിഫിക്കേഷൻ ആൻഡ് വെരിഫിക്കേഷൻ ഓഫ് ഡാറ്റ. Management accounting modify the accounting data by arranging them in such a way that it become useful for management. അപ്പോൾ എന്താണ് നമുക്കറിയാം, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലും അതുപോലെ തന്നെ എന്താണ് കോസ്റ്റ് അക്കൗണ്ട്, ഞാൻ പറഞ്ഞു ഒരുപാട് ഇമ്മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇറലവന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ, അതായത് അക്കൗണ്ടിങ്ങിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? അവിടെ നടക്കുന്ന ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ, മോണിറ്ററി ടേംസിലെ ട്രാൻസാക്ഷൻ ഒക്കെ നമ്മൾ റെക്കോർഡ് ചെയ്യും. പക്ഷേ ആ റെക്കോർഡ് ചെയ്ത എല്ലാ ട്രാൻസാക്ഷനും നമുക്ക് മാനേജ്മെന്റിന് ആവശ്യമുണ്ടാവണമെന്നില്ല. അപ്പോൾ മാനേജ്മെന്റിന് ആവശ്യമാകുന്ന അവരുടെ ഡിസിഷൻ മേക്കിംഗ് സഹായിക്കുന്ന തരത്തിലുള്ള, മാനേജ്മെന്റ് യൂസ്ഫുൾ ആവുന്ന തരത്തിലുള്ള ഒരു ഡാറ്റയാക്കി ആ ഡാറ്റയെ എന്ത് ചെയ്യുന്നു? മാറ്റുന്നു, മോഡിഫൈ ചെയ്യുന്നു. അതൊരു മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ഒരു ഫംഗ്ഷൻ ആണ്. മാനേജ്മെന്റിന് യൂസ്ഫുൾ ആയ ഡാറ്റയായിട്ട് അക്കൗണ്ടിങ് ഡാറ്റയെ മോഡിഫൈ ചെയ്യുക എന്നുള്ളത്. ഓക്കെ, തേർഡ്, അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡാറ്റ. ആഫ്റ്റർ വെരിഫൈങ് ആൻഡ് ആക്യുറസി ഓഫ് ഡാറ്റ, അതായത് നമ്മുടെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലൂടെയും കോസ്റ്റ് അക്കൗണ്ടിങ്ങിലൂടെയും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ആ ഡാറ്റ എന്താണ് വെരിഫൈ ചെയ്തു, അതിന് ആക്യുറസി ഉറപ്പ് വരുത്തിയതിനു ശേഷം എന്ത് ചെയ്യണം? മാനേജ്മെന്റ് അക്കൗണ്ടന്റ് എന്ത് ചെയ്യണം? അതിൽ അനാലിസിസ് നടത്തണം. അനാലിസിസ് ആൻഡ് ഇന്റർപ്രറ്റ് അക്കൗണ്ടിങ് ഡാറ്റ, അതിൽ അനാലിസിസ് നടത്തി അതിനെ ഇന്റർപ്രറ്റ് ചെയ്യണം. ഓക്കെ, ഇൻ സിമ്പിൾ വേ, അതായത് ഇന്റർപ്രറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വലിയ സാഹിത്യങ്ങൾ കലർത്തിയിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കരുത്. വളരെ സിമ്പിൾ ആയിട്ട് ഈസിലി അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള മാനറിൽ എന്ത് ചെയ്യണം? അതിനെ ഇന്റർപ്രറ്റ് ചെയ്യണം. ഓക്കെ, then he present this data with the comment and suggestions before the management. അയാൾ എന്ത് ചെയ്യുന്നു? അതിനെ ഇന്റർപ്രറ്റ് ചെയ്തിട്ട് ആ ഡാറ്റ എന്ത് ചെയ്യുന്നു? മാനേജ്മെന്റ് മുന്നിൽ അയാളുടേതായിട്ടുള്ള കമന്റും സജഷൻസ് ഒക്കെ വെച്ച് മാനേജ്മെന്റ് മുന്നിൽ പ്രസന്റ് ചെയ്യുന്നു. ഓക്കെ, നാലാമത്തെ ഫംഗ്ഷൻ എന്താണ്? കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഈ നമ്മൾ മൂന്നാമത്തെ ഫംഗ്ഷൻ കഴിഞ്ഞാൽ അയാൾ ആ സ്റ്റഡിയിലൂടെ അയാൾ കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം? മാനേജ്മെന്റിനെ അറിയിക്കുക എന്നുള്ളതാണ് അടുത്ത ഫംഗ്ഷൻ ആയിട്ട് പറയുന്നത്. ഓക്കെ, after analyzing and interpreting data, the management accountant prepare a report suitable for different level of management and employees. അപ്പോൾ മാനേജ്മെന്റ് അക്കൗണ്ടന്റ് ഈ ഡാറ്റകൾ കൃത്യം അനാലിസിസ് നടത്തി ഇന്റർപ്രിട്ടേഷൻ ഒക്കെ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം അയാൾ എന്ത് ചെയ്യുന്നു? ഇത് ഏത് ലെവൽ, ഇപ്പം ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ആണെങ്കിൽ അവർക്ക് സൂട്ടബിൾ ആയിട്ടുള്ള രീതിയിലുള്ള റിപ്പോർട്ട് തയ്യാറാക്കുന്നു. മിഡിൽ ലെവൽ അല്ലെങ്കിൽ ലോവർ ലെവൽ മാനേജേഴ്സ് അവർക്ക് സൂട്ടബിൾ ആയിട്ടുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകൾ തയ്യാറാക്കി നൽകുന്നു. ഓക്കെ, അതായത് ആ റിസൾട്ട് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പാർട്ട് ഫ്രം കമ്മ്യൂണിക്കേറ്റിംഗ് വിത്തിൻ ദി ഓർഗനൈസേഷൻ അകത്ത് ഉള്ള കമ്മ്യൂണിക്കേഷന് പുറമെ ആക്ടിവിറ്റീസ് ഓഫ് ദി ഫേം ആർ ആൾസോ കമ്മ്യൂണിക്കേറ്റഡ് ടു ഔട്ട്സൈഡേഴ്സ് സച്ച് ആസ് ബാങ്കേഴ്സ്, ഇൻവെസ്റ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ്, ഗവൺമെന്റ് ഏജൻസീസ്. അതുപോലെ തന്നെ ഈ ഔട്ട്സൈഡേഴ്സ് ആയിട്ടുള്ള എന്താണ് എക്സ്റ്റേണൽ പാർട്ടീസിനോടും അതുപോലെ എന്ത് ചെയ്യണം? കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ട് എന്നാണ് പറയുന്നത് ഒരു മാനേജ്മെന്റ് അക്കൗണ്ടന്റ്. ഓക്കെ, പ്രധാനമായിട്ടും ഇന്റേണൽസുമായിട്ട് തന്നെയാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. അത് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഇനി അടുത്ത ഹെൽപ്പ് ഇൻ കോർഡിനേഷൻ. Management accounting provide tools which are helpful in coordinating the activities of different sections or department.
അതുപോലെ തന്നെ മാനേജ്മെന്റ് അക്കൗണ്ടന്റ് എന്തിനു സഹായിക്കുന്നു? പല ഓർഗനൈസേഷനകത്തുള്ള ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിലുള്ള ഒരു കോർഡിനേഷൻ ഉണ്ടാക്കിയെടുക്കാൻ സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ് അടുത്ത ഒരു ഫംഗ്ഷൻ ആയിട്ട് പറയുന്നത്. അല്ലെങ്കിൽ അവരെന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ ഒരു ഫംഗ്ഷനാണ് എന്ത് ചെയ്യുക, കോർഡിനേഷനെ സഹായിക്കുക എന്നുള്ളത്. ഓക്കെ, അടുത്തൊന്ന് ഹെൽപ്പ് ഇൻ ഡിസിഷൻ മേക്കിങ്ങിനെ സഹായിക്കുക. നമ്മൾ മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അതാണ് എന്ത്, മാനേജ്മെന്റിന്റെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനെ അവരുടെ കൺട്രോളിംഗ് ഫംഗ്ഷനെ സഹായിക്കുന്ന തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കാൻ എന്ത് ചെയ്യുക, ഉതകുന്ന ഇൻഫർമേഷൻസ് തയ്യാറാക്കുന്നതാണ് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് അല്ലെങ്കിൽ അക്കൗണ്ടന്റ് എന്ന് പറയുന്നത് അല്ലെ, അവരുടെ ഫംഗ്ഷൻ. അപ്പോൾ എന്താണ്, ദ മാനേജ്മെന്റ് ഹാസ് ടു ടേക്ക് സർട്ടൻ ഡിസിഷൻസ് ഫോർ ഡേ ടു ഡേ ഫംഗ്ഷനിങ് ഓഫ് ബിസിനസ് ആസ് വെൽ ആസ് പ്ലാനിങ് ഫോർ ദി ഫ്യൂച്ചർ. Management accounting supplies analytical information regarding various alternatives. These help management in selecting the most profitable alternative and taking correct decisions. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഒരു തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് നമ്മുടെ മുന്നിൽ എന്തുണ്ടാവും, ഒരുപാട് ബെസ്റ്റ് ആൾട്ടർനേറ്റീവ്സ് ഉണ്ടാവും അല്ലെ. അതിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൾട്ടർനേറ്റീവ്സ് ഏതാണ്? അതായത് നമുക്ക് 3-4 ഓപ്ഷൻസ് ഉണ്ടാവും. 3-4 ഓപ്ഷൻസിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ സാഹചര്യം അനുസരിച്ച് ഏതാണ് എന്നുള്ളത് ആ ഒരു തീരുമാനം എടുക്കുന്നത്, അതായത് കറക്റ്റ് ഡിസിഷൻസ്, ആൾട്ടർനേറ്റീവ്സിൽ നിന്നും കറക്റ്റ് ഡിസിഷൻസ് എടുക്കുന്നത് ആരുടെ സഹായത്തോടു കൂടിയാണ്? മാനേജ്മെന്റ് അക്കൗണ്ടന്റ് സഹായത്തോടു കൂടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഡിസിഷൻസ് ഒക്കെ എടുക്കുവാൻ മാനേജ്മെന്റിനെ സഹായിക്കുന്നു. അതും മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ഫംഗ്ഷൻ ആയിട്ട് വരും. ഒരു 6 ഫംഗ്ഷൻസ് ആണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാണ്? പ്ലാനിങ് ആൻഡ് ഫോർകാസ്റ്റിംഗ്, മോഡിഫിക്കേഷൻ ആൻഡ് വെരിഫിക്കേഷൻ ഓഫ് ഡാറ്റ, അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡാറ്റ, കമ്മ്യൂണിക്കേഷൻ, ഹെൽപ്പിംഗ് ഇൻ കോർഡിനേഷൻ, ഹെൽപ്പിംഗ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. ഓക്കെ, ഇനി ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിനും അതുപോലെ തന്നെ കോസ്റ്റ് അക്കൗണ്ടിങ് പറഞ്ഞതുപോലെ തന്നെ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിനും കുറച്ച് ലിമിറ്റേഷൻസ് പറയുന്നുണ്ട്. ഏതൊക്കെയാന്ന് നോക്കാം. മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഈസ് ന്യൂ ഡിസിപ്ലിൻ. മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഞാൻ പറഞ്ഞു, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് എമർജ് ചെയ്തിട്ടുള്ള ഒരു പുതിയ ഡിസിപ്ലിൻ ആണ്. ഇപ്പോഴും എന്താണ് അതിൽ പഠനങ്ങളും അതിൽ എന്താണ് ഇംപ്രൂവ്മെന്റ്സ് വന്നുകൊണ്ടേയിരിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് ഇതിന് അതിൻ്റെതായിട്ടുള്ള ഒരു ലിമിറ്റേഷൻസ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന് ഉണ്ടെന്നാ പറയുന്നത്. നോക്കൂ, ഒന്ന് എന്താണ് പ്രധാനമായിട്ട് ലിമിറ്റേഷൻ? ബേസ്ഡ് ഓൺ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഇൻഫർമേഷന്റെ ബേസിലാണ്. കാരണം അവര് എന്താണ് ഗ്രാഫുകളും ചാർട്ടുകളും അതുപോലെ തന്നെ എന്താണ് റേഷ്യോസും ഒക്കെ അപ്ലൈ ചെയ്യുന്നത് അവർക്ക് ലഭ്യമായിട്ടുള്ള അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. അവർ നേരിട്ട് എന്ത് ചെയ്യുന്നില്ല, മാനേജ്മെന്റ് അക്കൗണ്ടന്റ് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നില്ല. അവര് ഓൾറെഡി എന്താണ് ഫിനാൻഷ്യൽ അക്കൗണ്ടന്റ് കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഇൻഫർമേഷൻസിനെ അവർ എന്ത് ചെയ്യുന്നു, ഉപയോഗിച്ചിട്ട് എന്താണ് മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള ടൂൾസും സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസും ഒക്കെ ഉപയോഗിച്ച് അവർ റിപ്പോർട്ട്, അവർ ഡിസിഷൻ മേക്കിംഗ് അല്ലെങ്കിൽ ഒരു ഇന്റർപ്രറ്റ് ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവര് അക്കൗണ്ടിങ് ഇൻഫർമേഷനെ ബേസ് ചെയ്ത് ചെയ്യുന്ന ഒന്നാണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഫിനാൻഷ്യൽ ആൻഡ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിന് അതിലുള്ള ഇൻഹറന്റ് ലിമിറ്റേഷൻസ് നമ്മൾ ഓൾറെഡി നേരത്തെ പഠിച്ചല്ലോ. ആ ലിമിറ്റേഷൻസ് സ്വാഭാവികമായിട്ടും എന്തിനേയും മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിനെയും റിഫ്ലക്ട് ചെയ്യുന്നുള്ളതാണ്. അതിന്റെ ആ പോരായ്മകളൊക്കെ ഇപ്പോൾ ഹിസ്റ്റോറിക്കൽ നേച്ചർ ആണ് എന്ത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു അല്ലേ. അപ്പൊ അത് സ്വാഭാവികമായിട്ട് ഇവിടെ എന്ത് ചെയ്യും, റിഫ്ലക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ അത്തരം കാര്യങ്ങൾ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ എന്താണ് ഈ നമ്മൾ മറ്റ് ഇൻഡിപെൻഡന്റ് അല്ലാത്തത് കൊണ്ട്, മറ്റ് ബ്രാഞ്ചസിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ മറ്റ് ബ്രാഞ്ചസിനുള്ള ലിമിറ്റേഷൻസും റിഫ്ലക്ഷൻ ഇവിടെയും ഉണ്ടാകും എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അടുത്ത ലാക്ക് ഓഫ് നോളജ്. The application of management accounting tools and techniques require knowledge about various subjects such as. അപ്പോൾ നമുക്ക് ഒരു മാനേജ്മെന്റ് അക്കൗണ്ടന്റിന് നമ്മുടെ സാധാരണ ഒരു കൊമേഴ്സ് സ്റ്റുഡൻസിന് പഠിക്കുന്ന പോലെ ജസ്റ്റ് അക്കൗണ്ടിങ് മാത്രം അറിഞ്ഞിരുന്നാൽ പോരാ. അവരെന്തെല്ലാം അറിയണം? അവർ എക്കണോമിക്സ് അറിയണം, സ്റ്റാറ്റിസ്റ്റിക്സ് അറിയണം. കാരണം അവർ മാനേജ്മെന്റിന്റെ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഇൻഫർമേഷൻസ് ആണ് ഒരു മാനേജ്മെന്റ് അക്കൗണ്ടന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. മാനേജ്മെന്റിന് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ആവശ്യമുണ്ടാവും, എക്കണോമിക്സിന്റെ ആവശ്യമുണ്ടാവും അല്ലെ, മാനേജ്മെന്റ് എക്കണോമെട്രിക്സിന് ആവശ്യമുണ്ട്, എഞ്ചിനീയറിംഗിന് ആവശ്യമുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങളെ കുറിച്ച്, ഈ സകലമാനം സബ്ജക്റ്റിനെ കുറിച്ചും ഒരാൾക്ക് അറിഞ്ഞിരിക്കാൻ സാധ്യതയില്ലല്ലോ. അപ്പം എന്താണ്, ലാക്ക് ഓഫ് നോളേജും ഇവിടെ ഒരു പ്രധാനപ്പെട്ട ലിമിറ്റേഷൻ. ഒരു മാനേജ്മെന്റ് അക്കൗണ്ടിന് അത്യാവശ്യം എന്താണ് ഈ മുകളിൽ പറഞ്ഞിട്ടുള്ള അത്രയും സബ്ജക്റ്റിനെ കുറിച്ച് ഒരു അറിവുണ്ടായിരിക്കണം. അത്രയും അറിവ് ഉള്ള ഒരാളെ കിട്ടുക, അല്ലെങ്കിൽ അത്രയും അറിവ് ഓർത്തു വെക്കാൻ പറ്റുന്ന ഒരാൾ ഉണ്ടാവുക എന്നുള്ളത് പ്രയാസമായ കാര്യമാണ്. ഓക്കെ, ഇനി അടുത്തത് നോട്ട് സ്യൂട്ടബിൾ ഫോർ മാനേജ്മെന്റ്, നോട്ട് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ മാനേജ്മെന്റ്. അപ്പോൾ മാനേജ്മെന്റ് അക്കൗണ്ടന്റ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് ഉള്ള ഒരു സ്ഥാപനം എന്ന് പറയുന്നത് മാനേജ്മെന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് അല്ല. പലപ്പോഴും എന്താണ് അത് മാനേജ്മെന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം പഠിച്ചിട്ടുള്ള ഒരാൾ പറയുന്ന അല്ലേ, അപ്പൊ അയാൾ പറയുന്ന തീരുമാനം ചിലപ്പോൾ അതുപോലെ അങ്ങോട്ട് അപ്ലൈ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഓക്കെ, അപ്പം അത് അത് ശരിയല്ല എന്നുള്ളതാണ്. ഓക്കെ,
മാനേജ്മെന്റ് അക്കൗണ്ടിങ് കനോട്ട് റീപ്ലേസ് മാനേജ്മെന്റ്. അപ്പോൾ മാനേജ്മെന്റിനെ റീപ്ലേസ് ചെയ്യാൻ ഒതുങ്ങുന്ന തരത്തിൽ മാനേജ്മെന്റ് അക്കൗണ്ടന്റ് വളർന്നിട്ടില്ല. ഓക്കെ, ഇറ്റ് ഈസ് സിംപ്ലി എ ടൂൾ ഇൻ ദി ഹാൻഡ്സ് ഓഫ് മാനേജ്മെന്റ്. മാനേജ്മെന്റിന് തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുന്ന ഒരു ടൂൾ മാത്രമാണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് പ്രൊവൈഡ് ദി നെസസറി ഡാറ്റ ഫോർ ഡിസിഷൻ ആൻഡ് നോട്ട് ഡിസിഷൻ ഇറ്റ് സെൽഫ്. അപ്പം ഡിസിഷൻ എടുക്കാനുള്ള ഒരു എന്താണ് ഇൻഫർമേഷൻസ്, ഡാറ്റയാണ് മാനേജ്മെന്റ് അക്കൗണ്ടിലൂടെ കിട്ടുന്നത്, അല്ലാതെ തീരുമാനമല്ല. തീരുമാനം എടുക്കുന്ന ആരാണ്? മാനേജ്മെന്റ് തന്നെയാണ്. അപ്പൊ മാനേജ്മെന്റിന് പകരമായിട്ട് മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഒരിക്കലും മാറുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ അടുത്തൊരു ലിമിറ്റേഷൻ ആയിട്ട് പറയുന്നത്. അടുത്തത് എന്താ? പേഴ്സണൽ ജഡ്ജ്മെന്റ്, നാലാമത്തെ ലിമിറ്റേഷൻ ആയിട്ട് പറയുന്നത്. നോക്കൂ, while interpreting the result there are personal judgment of management accountant, this may not be correct. നമുക്കറിയാം ഈ എസ്റ്റിമേഷൻ ഒക്കെ എന്ന് പറഞ്ഞെങ്കിൽ ഇന്റർപ്രറ്റ് ചെയ്യുന്ന ഓരോ വ്യക്തിയുടെയും എന്താണ് തിങ്കിങ്ങിനനുസരിച്ചിരിക്കും അല്ലെ, അവരുടെ പേഴ്സണൽ ജഡ്ജ്മെന്റിന് അനുസരിച്ചിരിക്കും. അപ്പോൾ ഈ അവരുടെ ആ പേഴ്സണൽ ജഡ്ജ്മെന്റ് എല്ലായ്പ്പോഴും കറക്റ്റ് ആവണം എന്നില്ല. അപ്പൊ അതൊരു ലിമിറ്റേഷൻ ആണ്. പിന്നെ എന്താണ് അടുത്ത ലിമിറ്റേഷൻ? കോസ്റ്റ്ലി, ചെലവ് കൂടുതലാണ്. മാനേജ്മെന്റ് അക്കൗണ്ടിങ് is costly. Heavy investment is required for its installation. It is not suitable for small enterprise. ഒരു സ്ഥാപനത്തിനകത്ത് എന്താണ് ഒരു മാനേജ്മെന്റ് അക്കൗണ്ടിനെ അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ എന്താണ് അപ്പോയിന്റ്മെന്റ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. കാരണം അവർ വലിയ ഹൈ സാലറി കൊടുത്തിട്ടുള്ള, ഹൈ സാലറി പെയ്ഡ് ആയിട്ടുള്ള ആളുകളാണ് ഈ മാനേജ്മെന്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. കാരണം അവർ ICWയും CMEയും CA ഒക്കെ കഴിഞ്ഞിട്ടുള്ള ആളുകളായിരിക്കും. അത് ക്വാളിഫൈഡ് ആയിട്ടുള്ള, അത്രയും ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് എന്താണ് ഒരു സ്മോൾ സ്കെയിൽ സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു മാനേജ്മെന്റ് അക്കൗണ്ടന്റിനെ അഫോർഡ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര സാധ്യമായ കാര്യമല്ല. അതുകൊണ്ട് സ്മോൾ സ്കെയിൽ സ്ഥാപനങ്ങൾക്ക് ഇത് അത്ര സൂട്ടബിൾ ആയിട്ടുള്ള കാര്യമല്ല എന്ന് പറയുന്നത്. പിന്നെ അടുത്ത ലിമിറ്റേഷൻ ഇവല്യൂഷണറി സ്റ്റേജ്. എവല്യൂഷണറി സ്റ്റേജിലാണ്. എവല്യൂഷണറി സ്റ്റേജ് എന്ന് പറഞ്ഞെങ്കിൽ എന്താണ്? ഇപ്പോഴും ഇതിൽ പുതിയ പുതിയ കാര്യങ്ങൾ ഇപ്പോഴും ഇതിന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ അല്ലെങ്കിൽ മാനേജ്മെന്റ് തിയറീസ് ഒക്കെ പുതിയ പുതിയ തിയറീസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും എവല്യൂഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതും ഇതിന്റെ ഒരു ലിമിറ്റേഷൻ ആയിട്ട് നമുക്ക് ഇതിനെ പറയാം. ഓക്കെ, അടുത്ത 7th റെസിസ്റ്റൻസ്. അടുത്തൊരു പ്രധാനപ്പെട്ട ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ആണ്, എതിർപ്പുകൾ. ഓക്കെ, ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു സെക്യൂർ കോപ്പറേഷൻ ആൻഡ് സപ്പോർട്ട് ഓഫ് ഓൾ വർക്കേഴ്സ് ഇൻ ദി ഓർഗനൈസേഷൻ ഫോർ ദി സക്സസ്ഫുൾ ആൻഡ് എഫക്റ്റീവ് ഫംഗ്ഷനിങ് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് സിസ്റ്റം. ഒരു മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് സിസ്റ്റം എഫക്റ്റീവ് ആയിട്ട് ആ ഓർഗനൈസേഷനകത്ത് നടക്കണമെങ്കിൽ ഓർഗനൈസേഷനകത്തുള്ള എന്താണ് എല്ലാ ലെവലിലുള്ള എംപ്ലോയീസിന്റെയും ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള എന്ത് വേണ്ടി വരും? ഒരു കോഓപ്പറേഷൻ, ഒരു സഹകരണം നമുക്ക് ആവശ്യമുണ്ടാവും. ഓക്കെ, അപ്പൊ വർക്കേഴ്സ് പക്ഷേ ചിന്തിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മാനേജ്മെന്റ് അക്കൗണ്ടന്റിന്റെ ഈ എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യുന്ന ടൂൾസും അവരുടെ എന്താണ് മറ്റ് മെഷേഴ്സും എല്ലാം എന്താണ് ഇവരെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന് വർക്കേഴ്സ് കരുതും. അപ്പോൾ അവരെന്ത് ചെയ്യും? ഈ മാനേജ്മെന്റ് അക്കൗണ്ടിന്റെ പ്രവർത്തനത്തെ അവർ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ അവർ എതിർക്കാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. കാരണം അവർ വിചാരിക്കുന്നത് എന്താണ്? അവരുടെ സാലറി കട്ടാക്കിയിട്ട് എന്താണ് അല്ലെങ്കിൽ അവരുടെ ഒരു എഫിഷ്യൻസി കുറവാണെന്ന് കണ്ടെത്തി സാലറി കട്ടാക്കും. അങ്ങനെയുള്ള അതിനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെയൊക്കെ വിചാരിച്ച് അവർ ഇതിനെ എതിർക്കാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലിമിറ്റേഷൻസ് ആയിട്ട്, ഒരു മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ലിമിറ്റേഷൻസ് ആയിട്ട് പറയുന്നത്. ഓക്കെ, ഇനി റോൾ ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ട്. മാനേജ്മെന്റ് അക്കൗണ്ടിന്റെ റോൾ എന്താണ്? ഒരു ഓർഗനൈസേഷനകത്ത് മാനേജ്മെന്റ് അക്കൗണ്ടന്റിന്റെ റോൾ എന്താണ്? ഓക്കെ, നമ്മൾ ഫംഗ്ഷൻ പറഞ്ഞത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് അത്. അതുകൊണ്ട് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നൊന്നുമില്ല, ജസ്റ്റ് ലൈൻ കൂടെ കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഫസ്റ്റ് റോൾ എന്താണ്? ഫിനാൻഷ്യൽ പ്ലാനിങ് ആൻഡ് അനാലിസിസ് അല്ലെ. അതായത് ഡെവലപ്പ് ബഡ്ജറ്റ്, ഫോർകാസ്റ്റ് ആൻഡ് ഫിനാൻഷ്യൽ മോഡൽ ടു ഗൈഡ് ബിസിനസ് ഡിസിഷൻ. ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുക, പിന്നെന്താണ് ഫോർകാസ്റ്റ് ആൻഡ് ഫിനാൻഷ്യൽ മോഡൽ ടു ഗൈഡ് ബിസിനസ് ഡിസിഷൻസ്, ഫിനാൻഷ്യൽ മോഡലുകളൊക്കെ ഉണ്ടാക്കുക തുടങ്ങിയ കാര്യം. പിന്നെ കോസ്റ്റ് മാനേജ്മെന്റ്, അത് മാനേജ്മെന്റ് അക്കൗണ്ടിന്റെ റോളാണ് അല്ലെ. മോണിറ്റർ ആൻഡ് കൺട്രോൾ കോസ്റ്റ്, ഇംപ്ലിമെന്റിംഗ് സ്ട്രാറ്റജീസ് ടു ഒപ്റ്റിമൈസ് എക്സ്പെൻസസ്. ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി, അത് എന്താണ് അവിടെ ഉള്ളത് ക്ലിയർ ആണ്. പെർഫോമൻസ് മാനേജ്മെന്റ്, അതുപോലെ ഡിസിഷൻ സപ്പോർട്ട്, പിന്നെ ഇന്റേണൽ കൺട്രോൾ ആൻഡ് കമ്പയലൻസ്, പിന്നെന്താണ് സ്ട്രാറ്റജിക് പ്ലാനിങ്, ഡാറ്റ അനാലിസിസ് ആൻഡ് റിപ്പോർട്ടിംഗ്. ഇപ്പോൾ ഒരു മാനേജ്മെന്റ് അക്കൗണ്ടന്റ് ഒരു സ്ഥാപനത്തിനകത്ത് അയാളുടെ റോൾ, അയാളുടെ ജോലി എന്താണ്, അയാളുടെ എന്താണ് അവിടെ ചെയ്യുന്നത്, അതാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഫംഗ്ഷൻ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് അവിടെ കൂടുതൽ പറയുന്നത്. അപ്പോൾ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, ഓൾറെഡി ഫംഗ്ഷൻ പറഞ്ഞ സമയത്ത് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും ഈ വീഡിയോയിലും കൂടിയായിട്ട് നമ്മൾ എന്താണ് പഠിച്ചത്? ബ്രാഞ്ചസ് ഓഫ് അക്കൗണ്ടിങ് ആണ്. 3 ബ്രാഞ്ചസും ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇനി അടുത്തൊരു ടോപ്പിക്കാണ് അതിനകത്തുള്ള അക്കൗണ്ടിങ് ഇക്വേഷൻസ് എന്നുള്ളതാണ്. അക്കൗണ്ടിങ് ഇക്വേഷൻസ് ഒക്കെ ചെറിയ +2 നമ്മൾ അക്കൗണ്ടിങ് പഠിക്കാൻ തുടങ്ങിയ അന്ന് മുതൽ കേൾക്കുന്ന കാര്യമാണ്. ജസ്റ്റ് ഒന്ന് പറയാം എന്താണ്. ദ ഹോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഡിപ്പെൻഡ്സ് ഓൺ അക്കൗണ്ടിങ് ഇക്വേഷൻ.
വിച്ച് ഈസ് ആൾസോ നോൺ ആസ് ബാലൻസ് ഷീറ്റ് ഇക്വേഷൻ. അപ്പൊ നമ്മുടെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് മൊത്തത്തിൽ എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? അക്കൗണ്ടിങ് ഇക്വേഷൻ. അക്കൗണ്ടിങ്ങിന്റെ ബേസ് എന്ന് പറയുന്നത് എന്താണ്? ഈ അക്കൗണ്ടിങ് ഇക്വേഷൻ ആണ്. ഓക്കെ. അപ്പോൾ ഈ അക്കൗണ്ടിങ് ഇക്വേഷനെ മറ്റൊരു തരത്തിൽ നമുക്ക് വിളിക്കാം എന്താണ്? ബാലൻസ് ഷീറ്റ് ഇക്വേഷൻ എന്ന് നമുക്ക് ഇതിനെ വിളിക്കാം. ഓക്കെ. അപ്പോൾ അക്കൗണ്ടിങ് ഇക്വേഷൻ എന്താണ്? അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ഓണേഴ്സ് ഇക്വിറ്റി, അല്ലെങ്കിൽ അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ എന്ന് പറയും. ഓക്കെ. അപ്പോൾ ഈ ലയബിലിറ്റി എന്ന് പറയുന്ന സമയത്ത് ലയബിലിറ്റിനകത്ത് എന്തുണ്ടാകാം? നമുക്ക് ലോങ് ടൈം ഷോർട്ട് ടൈം ലയബിലിറ്റീസ് ഒക്കെ ഉണ്ടാകാം. ഓക്കെ. അപ്പോൾ ഇനി അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ഓണേഴ്സ് ഇക്വിറ്റി എന്ന് പറഞ്ഞു. ദെൻ അതിനെ നമ്മൾ ചുരുക്കിയിട്ട് അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ എന്ന് എഴുതി. ദെൻ ഇൻ അപ്പോൾ ആ ഇക്വേഷനിൽ നിന്ന് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാം? ഇൻഫർമേഷൻ ഡാറ്റ കണ്ടെത്താൻ പറ്റും. ഫോർ എക്സാമ്പിൾ നമുക്ക് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ അസറ്റിൽ നിന്നോ ലയബിലിറ്റി മൈനസ് ചെയ്താൽ മതി അല്ലേ? നമുക്ക് ലയബിലിറ്റി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? അസറ്റിൽ നിന്നും ക്യാപിറ്റൽ മൈനസ് ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ വൈൽ ട്രൈങ് ടു ഡു ദിസ് correlation, please note that incomes or gain will increase ഓണേഴ്സ് ഇക്വിറ്റി. അപ്പം ഒരു ഇൻകം ഉണ്ടാവുകയാണെങ്കിൽ അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ഗെയിൻ ഉണ്ടാവുകയാണെങ്കിൽ ഓണേഴ്സ് ഇക്വിറ്റി എന്താവും? ഇൻക്രീസ് ചെയ്യുന്ന പറയുന്നത്. ഇക്വിറ്റിയിൽ നിന്ന് ക്യാപിറ്റലിൽ ഒരു വർധന ഉണ്ടാവും. സ്വാഭാവികമായിട്ട് എവിടെ ഉണ്ടാവും? അസറ്റിൽ അതിന്റെ വർധന ഉണ്ടാവും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വൽ ആയിട്ട് മാറും. അതുപോലെ എക്സ്പെൻസ് ഓർ ലോസ് വിൽ റെഡ്യൂസ് ഇറ്റ്. അതുപോലെ തന്നെ എക്സ്പെൻസും ലോസും എന്ത് ചെയ്യും? ഓണേഴ്സ് ഇക്വിറ്റി റെഡ്യൂസ് ചെയ്യുകയും ചെയ്യും. ഓക്കെ. അപ്പോൾ ആ കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ. ഇതുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ് അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ഓണേഴ്സ് ഇക്വിറ്റി എന്നുള്ള ആ ഒരു ഇക്വേഷൻ മനസ്സിലുണ്ടാവണം. അതുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ ഒരു 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണെങ്കിൽ ഇതൊക്കെ ജസ്റ്റ് ഏറ്റവും ബേസിക് ആണ്, നമ്മുടെ +2 ലെവൽ ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് ഒന്ന് നിങ്ങൾ എന്താ പറയുക, നിങ്ങൾ സ്റ്റഡി മെറ്റീരിയലുള്ള ഒരു പ്രോബ്ലം നിങ്ങൾ ജസ്റ്റ് ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഇത് എന്താണ് ഒരു എം.കോം സ്റ്റുഡൻസിനെ ഇത് പഠിപ്പിക്കുന്നത് ശരിക്കും ഒരു മോശമായ കാര്യമാണ്. മോശമായ കാര്യമെന്ന് അങ്ങനെ എല്ലാ അർത്ഥത്തിലല്ല പറയുന്നത്. അവർക്ക് ഇത് അറിയില്ല എന്ന് പറയുന്നത് ഒരു മോശമായ കാര്യമാണ്. അപ്പം ഇത് ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക നിങ്ങൾ. ഇനി അഥവാ ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ നമുക്ക് അത് ചെയ്യുകയും ചെയ്യാം. ഓക്കെ. അപ്പോൾ തൽക്കാലം ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇത്രയും പോർഷൻസ് ലാസ്റ്റ് ക്ലാസ്സിൽ ഇട്ടിട്ടുണ്ടായിരുന്ന ലാസ്റ്റ് ക്ലാസ്സിന്റെ വീഡിയോയും അതിനോടൊപ്പം ഈ വീഡിയോ കൂടി കണ്ടിട്ട് നിങ്ങൾ അടുത്ത ക്ലാസ്സിലേക്ക് വരിക. നന്നായിട്ട് പഠിക്കുക. ഈ നോട്ട് ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. ഓക്കെ. ശരി.